ഇന്നത്തെ എൻ്റെ റെസിപ്പി അവലും തേങ്ങായും ശർക്കരയും വെച്ചൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുത്തതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ ലഡുവാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ലഡു ഒന്ന് മുറിച്ച് നോക്കാം. എന്ത് സോഫ്റ്റ് ആണെന്നറിയോ? ഈ അവലും തേങ്ങയും ശർക്കര ഉപയോഗിച്ച് ഈ പലഹാരം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അവലും തേങ്ങയും കൊണ്ട് നമുക്കൊരു കിടിലൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് വെളുത്തതോ ചുമന്നതോ ഏതായാലും കുഴപ്പമില്ല. 1 കപ്പ് ചിരണ്ടിയ തേങ്ങയും എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും വറുത്തെടുക്കേണ്ടതാണ്. അവല് നല്ല ഫ്ലേക്സ് അല്ലേ, അത് നല്ല കരിമുരാന്ന് എളുപ്പമെന്ന് വരും. ഒരു പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് അവൽ ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കല്, ഏറ്റവും ചെറിയ തീയിലിട്ട് ഈ അവലൊക്കെ വറുത്തെടുക്കുക. അവല് കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ അവല് കൈ കൊണ്ടെടുക്കുമ്പോഴത്തേക്ക് ഒന്ന് പൊടിഞ്ഞു വരുന്ന പരുവാകും. ഈ പരുവം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അവലൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് അവല് മാറ്റാം. ഇനി നമുക്ക് ആ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളമയെല്ലാം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയുടെ ആ വെള്ളമയം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഒത്തിരി വറുത്തൊന്നും എടുക്കണ്ട. തേങ്ങായും ആവശ്യത്തിന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അവലെടുത്ത ആ പാത്രത്തിലേക്ക് മാറ്റാം. ഈ അവലും തേങ്ങയും കൂടി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി പൊടിയരുത്, തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് നമ്മൾ അവലും തേങ്ങയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വീണ്ടും ആ പാൻ തന്നെ അടുപ്പത്ത് വെക്കാം. പാനിലേക്ക് 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാൻ പാനി ഉണ്ടാക്കിയെടുത്തതാണ്, അരിച്ച് എടുത്ത് ഒഴിച്ചതാണ്. 2 കപ്പ് അവലിന് 1 കപ്പ് തേങ്ങ എടുത്തു, 1 കപ്പ് ശർക്കര പാനിയും എടുത്തു. ഈ പാനി തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് ഈ അവലും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണേ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണിത്. ഇതിലേക്ക് ഞാനൊരു 15 കാഷ്യൂനട്ട് പൊടിച്ചതിട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ റേസിൻസ് ഞാൻ മുറിച്ചിരിക്കുകയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ പരുവത്തിൽ ആയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് ഒത്തിരി ആറാനായിട്ട് നോക്കിയിരിക്കല്ല. നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. നമുക്ക് കൈ പിടിക്കത്തക്ക വിധത്തിലായിട്ടുണ്ട്. കയ്യിലൊരു ശകലം നെയ്യ് പുരട്ടിക്കൊണ്ട് നമുക്ക് ഇത് കുറേശ്ശെ ഉരുട്ടാം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഉരുട്ടിയെടുക്കാം. നമ്മൾ 12 അവലിൻ്റെ ലഡു ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണിത്, കഴിക്കാനും നല്ല രുചിയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.